ഞാൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മുക്കി ഓടിയെന്നാണ് പുതിയ പ്രചരണം. എന്നിട്ട് ബിനീഷ് കോടിയേരി മുതൽ സൈബർ സഹാക്കൾ ആകെ അതങ്ങ് കൊണ്ടാടുകയാണ്. മാതൃഭൂമി ചർച്ചയാണ് ആധാരം. ഞാൻ ആ ചർച്ചയിൽ തന്നെ ആര്യയ്ക്ക് വളരെ കൃത്യമായി എൻ്റെ അടുത്ത് വ്യക്തത വരുത്തിയതാണ്. 20-ാം തീയതിയാണ് എൻ്റെ ഫേസ്ബുക്ക് ഡിസേബിൾഡ് ആവുന്നത്. അത് വീണ വിജയനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, ചാനൽ ചർച്ചയുടെ വീഡിയോ 24-ലെ ചർച്ചയുടെ വീഡിയോ ഇടുമ്പോഴാണ്. അത് വീണ വിജയനെയും ബിനീഷ് കോടിയേരിയും രണ്ട് രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്തത് എന്നായിരുന്നു ആ വീഡിയോ. 7 മണിക്ക് വീഡിയോ ഇടുന്നു, 8 മണിക്ക് ഫേസ്ബുക്ക് പോകുന്നു. പിന്നീട് അങ്ങോട്ട് ഇന്നലെ വരെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട മുഴുവൻ പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക്, DGPക്ക്, മെറ്റയ്ക്ക് ഒക്കെ 2 തവണ ഞാൻ പരാതി നൽകി. അത് ആ ചർച്ചയിലും പറയുന്നുണ്ട്, വ്യക്തത വരുന്നുമുണ്ട്. പക്ഷെ അതല്ല, ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് അങ്ങ് ആനന്ദിക്കുക എന്നുള്ളതാണല്ലോ രീതി. ആനന്ദിക്കുന്നവർ ആനന്ദിക്കട്ടെ, അവരുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഏതാണ് ഞാൻ ഇട്ട പോസ്റ്റ്? പണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകങ്ങളാണ്, ആ രീതിയിലുള്ള നാടകങ്ങളാണ് CPM വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. അതിലെന്താണ് തെറ്റ്? കാരണം ആനുകാലിക പ്രസക്തമായ രാഷ്ട്രീയം സംസാരിക്കാൻ എന്താണ് DYFIക്ക് പറ്റാത്തത് എന്നായിരുന്നു എൻ്റെ ചോദ്യം, ആ പോസ്റ്റ്. കാരണം പ്രഖ്യാപിക്കപ്പെട്ട 50 വർഷം മുമ്പുള്ള ഒരു അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ പറ്റി പറയുമ്പോൾ പ്രഖ്യാപിക്കപ്പെടാതെ കൺമുമ്പിൽ നടക്കുന്ന മിസോറാമിലെയും മണിപ്പൂരിലെയൊക്കെ കലാപങ്ങളെ പറ്റി എന്താണ് പ്രമേയവൽക്കരിക്കാത്തത്? എന്താണ് CJP സമരം പ്രമേയവൽക്കരിക്കപ്പെടാത്തത്? എന്താണ് കൽബുർഗിയും ഗൗരി ലങ്കേഷും ഒക്കെ പ്രമേയത്തിന്റെ അല്ലെങ്കിൽ നാടകത്തിന്റെ പ്രമേയമായി വരാത്തത് എന്നാണ് എൻ്റെ സംശയം. അതിനെപ്പറ്റി സംസാരിക്കാൻ, നരേന്ദ്രമോദിയുടെ അടിയന്തരാവസ്ഥയെ പറ്റി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് DYFIക്ക് ആവാത്തത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതുകൊണ്ട് വളരെ കൃത്യമായി പറയാം, ഞാൻ ഇട്ടതാണ്. സീസർ പറയുന്നത് പോലെ, ഞാൻ എഴുതി എന്ന് പറയുന്നത് പോലെ ഞാൻ ഇട്ടതാണ്. അതിലെനിക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടും വ്യക്തതയുമുണ്ട്. അത് വീണ്ടും പറയുകയാണ് ഈ വീഡിയോയിലൂടെ.